ഓക്കെ 1 2 3 സ്റ്റാർട്ട്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത്ര നേരം കോടാന്ന് വിചാരിച്ചത് എന്തുവാ ഈ വീട്ടിൽ പോകുകയായിരുന്നു. പക്ഷെ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും കോടയൊക്കെ മാഞ്ഞു പോയി കേട്ടോ. അയാളെന്തിനാ എന്റെ പുറകാരുന്ന് നമ്മള് ആസ്യൂഷ് എന്നും ചെയ്യുന്ന പോലെ ആസ്യൂസ് അല്ല ആസ്യൂഷൽ. ഗൈസ് അമൽ ഗൈസ്, ഇതാണ് കണ്ണാപ്പി നമ്മുടെ വീഡിയോസിലൊക്കെ ഉള്ള. ഹേ ഗായ്സ്, അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞു കേട്ടോ. രാവിലെ നല്ല മഴയായിരുന്നു. സോ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നും പറയുന്ന പോലെ എറണാകുളത്ത് നിന്ന് 1 ഡേ പോയിട്ട് വരാൻ പറ്റുന്ന ഒരു 8 വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അതായത് 8 പ്ലേസ്. ഇന്ന് നമ്മുടെ യാത്ര അങ്ങോട്ടാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൃപ്പൂണിത്തറ കഴിഞ്ഞു. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. 4:30 ഇറങ്ങാൻ വേണ്ടിയിരുന്ന മഴ കാരണം അത് പറ്റിയില്ല. അപ്പോൾ നമ്മളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 500 രൂപയുടെ പെട്രോളും പിന്നെ ഞങ്ങളുടെ 2 പേരുടെയും ചിലവിനായിട്ട് 500 രൂപയും. ടോട്ടൽ 1000 റുപ്പീസാണ് ഇന്നത്തെ ട്രിപ്പിൻ്റെ ബഡ്ജറ്റ്. നിങ്ങൾ ആലോചിക്കണം, ഇതിൽ നമ്മൾ 8 വ്യൂ പോയിൻറ്റ്സ് അല്ലെങ്കിൽ 8 സ്പോട്ട് കവർ ചെയ്യാനാണ് പ്ലാൻ. ഇത് നമ്മൾ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്നാർ ടച്ച് ചെയ്തിട്ടേ വരുള്ളൂ. ഈ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ ഈ സ്ഥലങ്ങൾ കവർ ചെയ്ത് വരാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. വീഡിയോ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് 1 ഡേ കൊണ്ട് പോയിട്ട് വരാൻ പറ്റുമോ ഇല്ലയെന്ന്. വരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇപ്പോൾ 500 രൂപ പെട്രോൾ അടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടിതേ മൂവാറ്റുപുഴ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നും പറയുന്ന പോലെ ആസ് യൂഷ്വൽ നല്ല ക്ലൈമറ്റാണ്. ഇന്നും മഴ പെയ്തിറങ്ങിയിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. ഈ ഒരു ക്ലൈമറ്റ് അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ നമ്മുടെ ഭാഗ്യം. നമുക്ക് വീഡിയോസ് എല്ലാം ഫുള്ളായിട്ട് എടുക്കാം. മഴ എങ്ങാനും പെയ്താൽ പിന്നെ ടാസ്ക്കാണ് വീഡിയോ എടുക്കുന്നതിൽ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്പോട്ട് എവിടെയാണെന്ന് ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങളോട് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ അമലുണ്ട്, ഷിഫാസും ഉണ്ട്. ഒരു കൂടെ തന്നെ ഉണ്ട്, പുറകിൽ വരുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ മഴ സ്റ്റാർട്ട് ചെയ്തു. നല്ല മഴ ആയിക്കഴിഞ്ഞാൽ മാത്രമേ വിഷയമുള്ളൂ. റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വലിയ വിഷയമില്ല. എന്നാലും മഴയത്ത് വണ്ടി ഓടിച്ചിട്ട് പോകുന്ന ഒരു ടാസ്ക്കാണ്. ഇപ്പം തന്നെ റോഡൊക്കെ നല്ല വെറ്റാണ്. അതുകൊണ്ട് കോർണറൊക്കെ എടുക്കാൻ ഒരു ചെറിയൊരു പേടി. ഞങ്ങൾ പിന്നെ മാപ്പിട്ടതിൽ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. എനിക്ക് തോന്നുന്നു കുറച്ച് അധികം ഞങ്ങൾ വന്നു. കാരണം വേറെ വഴി കയറി പോകാമായിരുന്നു തോന്നുന്നു. തൃപ്പൂണിത്തുറയിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്കും 40 കിലോമീറ്റർ കാണിച്ചാൽ. ഇപ്പം ഞങ്ങൾ കോലഞ്ചേരി കഴിഞ്ഞ് മൂവാറ്റുപുഴ എത്താറായി. എന്നിട്ട് ഇവിടുന്ന് വീണ്ടും 40 കിലോമീറ്റർ തന്നെ കാണിക്കുന്നു. അപ്പോൾ മാപ്പിട്ടതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി. അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് നൈസായിട്ട് പോകണം കേട്ടോ. വലിയ കുഴപ്പമില്ല, മഴ കുറഞ്ഞു. ഗൈസ്, ഗോപ്രോയിൽ വിഷ്വൽ കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല, മഴയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പ് പോയപ്പോൾ അത്യാവശ്യം മഴ നനഞ്ഞായിരുന്നു. ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിൽ വന്നു, 3 ദിവസം കിടപ്പിലായിരുന്നു. സോ അതുകൊണ്ട് ട്രിപ്പ് പോകുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക, മഴയൊക്കെ നനയുമ്പോൾ. ഓക്കെ, ഒന്നാമത് ഇപ്പോൾ കുറേ അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ 3 ദിവസം ട്രിപ്പ് കഴിഞ്ഞ് കിടപ്പിലായിരുന്നു. ഇനിയിപ്പോൾ ഈ ട്രിപ്പ് കഴിഞ്ഞ് എന്താവോ എന്തോ എന്ന് അറിയില്ല കേട്ടോ. ഗൈസ്, നമ്മൾ ഡെസ്റ്റിനേഷൻ അടുക്കും തോറും മഴ കൂടിക്കൂടി വരുവാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ അവസ്ഥ എങ്ങനെയായിരിക്കും ദൈവത്തിനറിയാം. അയ്യോ, ഏകദേശം അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഞ്ഞ് മീൻസ് കോടയൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. മഴ കൂടാനും തുടങ്ങി. അവന്മാരുടെ വണ്ടിയുടെ പുറകെ പോകാൻ പറ്റില്ലാന്നേ. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. പുറകിൽ പോയാൽ ചെളി നമ്മുടെ നെഞ്ചത്തായിരിക്കും.
സോ അവന്മാരുടെ കൂടെ പോകാനും പറ്റില്ല. അവിടെ നമുക്ക് നൈസായിട്ട് അങ്ങ് പോയേക്കാം. മഴ കൂടി എവിടെയെങ്കിലും നിർത്താം. അയ്യോ 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 അയ്യോ, മഴ കുറഞ്ഞല്ലോ. ഗൈസ്, മഴയായതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇല്ലേ പിന്നെ വെറുതെ ഗോപ്രോയിൽ നനയും. അമ്മേ, തന്നു പോവില്ല. ഗൈസ്, അമൽ ഗൈസ്, ഇതാണ് കണ്ണാപ്പി നമ്മുടെ വീഡിയോസിലൊക്കെ ഉള്ള. ഓക്കെ, മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു കേട്ടോ. ഞങ്ങൾ വണ്ടി എടുത്തു. നമ്മുടെ ഏകദേശം 7:30 നമ്മൾ അവിടെ എത്തും. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ എൻജോയ്മെൻറ്റ് കേട്ടോ. പുറകെ പോകാൻ പറ്റില്ല കേട്ടോ, വെള്ളം തെറിക്കുന്നുണ്ടോ, ഫുള്ള് ചെളി തെറിക്കുക. എനിക്കൊന്ന് ഗോപ്രോയുടെ ലെൻസിൽ വരെ മറ്റേ ചെളി തെറിക്കുക. മഡ് ഫ്ലാപ്പൊന്നും അടിച്ചിട്ടില്ല, എന്നാലും അത്യാവശ്യം നല്ല ചെളി തെറിക്കുന്നുണ്ട്. അവന്മാർ രണ്ടുപേരും ബ്ലൂടൂത്തിൽ സ്പീക്കറിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കോപ്പിറൈറ്റ് അടിക്കുമെന്നറിയില്ല. ഇതിൽ കിട്ടാൻ ചാൻസ് ഇല്ല, കുഴപ്പമില്ലായിരിക്കും. മഴ വീണ്ടും തുടങ്ങിയല്ലോ. സ്ഥലം നോക്കിയേ, നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഈ റോഡൊക്കെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു കോടയുണ്ട് കേട്ടോ. അപ്പുറത്ത് വലിയ മലയാന്ന് തോന്നുന്നു, പക്ഷെ അങ്ങോട്ടൊന്നും വ്യൂ കിട്ടണില്ല. മിക്കവാറും കോടയായിട്ടായിരിക്കും. ഇവിടെ അടുത്തടുത്ത് വരുമ്പോഴാണ് അങ്ങോട്ട് മലകൾ കാണുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ട്. 10 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്തെത്തുന്നതായിരിക്കും. നിങ്ങൾ ഈ സ്ഥലം കണ്ടോ? ഓയ്യോ, ഒരു രക്ഷയില്ല, കിടിലൻ സ്ഥലം. എന്താ പറയണ്ടത്, പറയാൻ പറ്റണില്ല. സ്ഥലം നോക്കിയത് ഇവിടെ ഒരു ഓഫ് റോഡും. നമ്മളെത്താറായോ? വട്ടവട എത്തിയ ഫീലാണല്ലോ. അയ്യോ, കോടയൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ചെറിയ കോട. നമ്മൾ വരാൻ വൈകിയില്ലേ. ഇവിടെ കുറച്ച് ഓഫ് റോഡൊക്കെ കാണുന്നുണ്ട്. ഇന്ന് നമ്മൾ എന്തായാലും ഓഫ് റോഡും ട്രൈ ചെയ്യും കേട്ടോ. കാരണം കൂടെ ആളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവില്ല കേട്ടോ. കിടില സ്ഥലം. കുറച്ചേ ഉള്ളൂവെങ്കിലും നല്ല സ്ഥലമായിരുന്നു. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലേക്ക് എത്താറായി. ഇതേ കണ്ടോ, ആ വ്യൂ കണ്ടോ, നോക്കിയേ. വലിയൊരു പാറയൊക്കെ കാണുന്നുണ്ട്. മിക്കവാറും അങ്ങോട്ടായിരിക്കും കയറി പോകേണ്ടത്. ഒരു 2 കിലോമീറ്റർ കൂടി, ജസ്റ്റ് 2 കിലോമീറ്റർ. സ്പോട്ട് ഏതാന്നൊക്കെ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ. നമ്മൾ ഹിൽ ടോപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കോടയൊക്കെ കുറഞ്ഞു എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഞങ്ങൾ താഴെ നോക്കിയപ്പോഴത്തേക്കും കോടയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ വരാൻ കുറച്ച് ലേറ്റായി. എന്താ അയ്യോ, ഇത്ര നേരം കോടാന്ന് വിചാരിച്ചത് എന്തുവാ? ഈ വീട്ടിലെ പുകയായിരുന്നു. കൊള്ളാം. അത് തന്നെയല്ലേ കോട ഉണ്ടായിരുന്നോ? അയ്യോ അയ്യോ, ഇപ്പൊ വീണേന്. അത് കൊള്ളാം കേട്ടോ. താഴെയാണോ കോട മൊത്തം? ഇപ്പൊ വീണേന് ഗൈസ്. ഇവിടെ ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു. വളവെടുത്തപ്പോൾ കറക്റ്റ് കുഴി പോയിക്കണം. കല്ല്
അയ്യോത്ത ഇവിടെ നിന്ന് താഴോട്ടുള്ള വ്യൂ ആ കിടിലം. ഉണ്ട് പൊന്നെ വിഷയം സ്ഥലം. എങ്ങോട്ടാ പോകേണ്ടത് എന്തയോ. ഉയ്യോ ഡെസ്റ്റിനേഷൻ എത്തിയല്ലോ. എത്തി അറിയില്ല. ഒരു വ്യൂ പോയിന്റ് ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടുന്ന് എങ്ങോട്ടാ നടന്നു പോകണടാ? ആ അങ്ങോട്ടായിരിക്കും അല്ലേ? ഒരു കരിഞ്ഞ മണമൊക്കെ വരുന്നുണ്ടോ? ഒരു കരിഞ്ഞ മണം വരുന്നില്ലേ? എന്തിനാ കാറുകാരൻ മുട്ടയിടേണ്ട കാര്യം എന്താ? പിന്നെ കേരളത്തിൽ വീടാറായ പിന്നെ ബ്രേക്കല്ല പിന്നെ കാണാൻ പറ്റുമോ? അല്ല പിന്നെ അയാളെന്തിനാ എന്റെ പുറകെ നിന്ന്? മുമ്പിലുള്ള വണ്ടി എപ്പോ വേണേലും ബ്രേക്ക് പിടിക്കും അല്ലേ? ആ അല്ലെങ്കിലും കണ്ണാപ്പികളല്ലേ ഇങ്ങനെയാ, ഒരു കാര്യം അറിയാതെ സംസാരിച്ചോണ്ടിരിക്കും. മാപ്പിൽ ഇത് ഇവിടെ തന്നെയാ. അങ്ങോട്ട് പോയി നോക്കാം, അവരോട് ചോദിച്ചു നോക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ സ്പോട്ടിൽ എത്തിയിരിക്കുവാണ്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം. ഇവിടുന്ന് എന്തോരം നടക്കാനുണ്ടെന്ന് അറിയില്ല കേട്ടോ. കുറേ ആൾക്കാർ വരുന്നുണ്ട് പോകുന്നുണ്ട്. ഇത് ഫോറസ്റ്റ് ഏരിയ എന്ന് തോന്നുന്നു കേട്ടോ. അവന്മാർ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. അവന്മാരുടെ കൂടെ നടന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം വെറുതെ കിടന്ന് അലച്ചുകൊണ്ടിരിക്കുക. കണ്ണാപ്പിയാണ് മെയിനായിട്ട് അലച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലെ മെയിൻ കണ്ണാപ്പി എന്ന് പറയുന്നത് അവനാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതേ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇല്ലേ ഇത് കണ്ടോ? അയ്യോ ഇവിടം വരെ വന്നതിന് ഒരു ഉപകാരമുണ്ടായി. പക്ഷേ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടയൊക്കെ പോയി. ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ നോക്കിയത് മൂവാറ്റുപുഴ ഫുള്ള് കാണാൻ തോന്നുന്നു. ഐസ് കോട എല്ലാം പോയി കേട്ടോ. എന്തേ പോകുന്നു അതുകൊണ്ടോ? ആ പോകുന്നുണ്ടോ? ശേ നമ്മളൊന്ന് വരാൻ വൈകിപ്പോയി, അല്ലെങ്കിൽ എല്ലാം ഓക്കെ ആയോ. കണ്ടോ എല്ലാം പോയി. സ്ഥലമൊക്കെ കൊള്ളാം കേട്ടോ. പക്ഷെ ഒരു നീറ്റും ക്ലീനും ഒന്നുമല്ലോ. കണ്ടോ സിഗരറ്റ് കുപ്പി പ്ലാസ്റ്റിക്. ഓക്കെ 1 2 3 സ്റ്റാർട്ട്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹിൽ ടോപ്പ് വ്യൂവിലാണ് കേട്ടോ. പക്ഷെ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും കോടയൊക്കെ മാഞ്ഞു പോയി കേട്ടോ. ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റായി അല്ലേടാ? നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. ഇനി ഞങ്ങൾ കോടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കോട വരുമായിരിക്കും കേട്ടോ. സ്ഥലം കൊള്ളാം കേട്ടോ, നൈസ് വ്യൂ ആണ്. ഇവിടെ നോക്കിയേ, ഇത് മൂവാറ്റുപുഴയാണോ കോലഞ്ചേരിയാണോ ഏതൊക്കെ സ്ഥലങ്ങൾ കാണാം കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഈ സ്ഥലം കണ്ടോ നിങ്ങൾ? ഇവിടുന്ന് വ്യൂ എല്ലാം ഓക്കെയാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോ. ഫുൾ പ്ലാസ്റ്റിക് ആണ്, ഫുൾ പ്ലാസ്റ്റിക്. സിഗരറ്റ് കുറ്റി ഇത് മാത്രമേ ഉള്ളൂ. ഇരിക്കാൻ പോലും നല്ലൊരു സ്ഥലമില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും കോട ഇല്ലായിരുന്നു. അപ്പോൾ കോടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ദേ അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ദേ താഴെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ആ ലൈൻ കണ്ടോ? ദേ ആ അറ്റത്ത് കണ്ടോ ഒരു മതിൽ പോലെ ഇങ്ങനെ കോട ഇരിപ്പുണ്ട്. അതിങ്ങോട്ട് വരുന്നു പ്രതീക്ഷിക്കുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് കോട ഇങ്ങനെ കയറി വരുന്നുണ്ട്. സോ അതിവിടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും നല്ല കിടിലം വ്യൂ ആയിരിക്കും. അത് ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം കേട്ടോ.
ആ ഒരു സാധനം കൂടി വന്നു കഴിഞ്ഞാൽ പൊളിക്കും. ഗായ്സ് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ കോട കണ്ടോ, കോട ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയി. ഇതേ അവിടെ എത്തി. എൻ്റെ പൊന്നിടാ ലേറ്റ് ആയിട്ടാ വന്നിട്ട് പറയണ ഗായ്സ് ലേറ്റ് ആയിട്ട് വന്നു. ആ കുറച്ച് താഴെ ഉണ്ട് കേട്ടോ. ഇതേ കുറച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇതേ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോടക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വരുന്നു വിചാരിക്കുന്നു. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇത് വലിയ ക്രൗഡൊന്നും ഇല്ല കേട്ടോ. അതെ അമ്മല് ആസ്യൂഷ് എന്നും ചെയ്യുന്ന പോലെ ആസ്യൂസ് അല്ല ആസ്യൂഷൽ എന്നും ചെയ്യുന്ന ആസ്യൂഷൽ എന്നും ചെയ്യുന്ന പോലെ വഴി. അതെ കണ്ണാപ്പി ഇവിടെ മെയിൻ സാധനം ചെയ്തോണ്ടിരിക്കും. എന്ത് കണ്ണാപ്പി എന്നാ പറയണത്? പേര് വെളിപ്പെടുത്തല്ലേ ഞാൻ വീഡിയോ എടുക്കാം. എന്താടാ അത് ഞാൻ അവിടെ ബീപ്പിടുമല്ലോ. അപ്പോഴോ ഗായ്സ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. വരുമായിരിക്കും, പ്രതീക്ഷിക്കാം. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട് സ്ഥലം? ഇഷ്ടപ്പെട്ടാ? പക്ഷേ എനിക്കില്ല ഇഷ്ടപ്പെടാത്ത ഈ സാധനം ഫുള്ള് സിഗരറ്റും പ്ലാസ്റ്റിക്കും. ഇരിക്കുന്ന സ്ഥലത്ത് വരെ അതേ ഉള്ളൂ. എല്ലായിടത്തും ഒന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ സ്ഥലത്ത് ഇത് നിരോധിത മേഖലയാണെന്ന് തോന്നുന്നു കേട്ടോ. ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. സ്വന്തം റിസ്കിൽ വരിക, പോവുക. ഫോറസ്റ്റ് ഏരിയ. മറ്റേ എന്താണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്? കർശനമായി നിരോധിച്ചിരിക്കുന്നു. താഴോട്ട് വീണാൽ പോയി കേട്ടോ. ഇത് കണ്ടോ, ഓരോ കണ്ണാപ്പിയൊക്കെ വന്നിരിക്കുന്നതുണ്ടോ? ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. പ്രതീക്ഷിച്ചത്ര കോടയൊന്നും കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇല്ല അത്യാവശ്യം നല്ല കോട കിട്ടിയാനെ. ഇവിടെ കുറേ ബിൽഡിങ്ങൊക്കെ ഉണ്ട്. എന്താ സംഭവം എന്നറിയില്ല കേട്ടോ. നോക്കാം. ഇവിടെ വേറെ ഒന്നുമില്ല, കാണാനൊന്നുമില്ല. ഈ ജസ്റ്റ് ഒരു ഹിൽ ടോപ്പ് വ്യൂ മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി ആ വ്യൂ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പോൾ വെയിൽ വന്നു തുടങ്ങി കേട്ടോ. ഞങ്ങൾ മഴ പെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷേ മഴ പെയ്തില്ല. മഴ പെയ്താൽ പിന്നെയും കോട കിട്ടിയാണ്. ഇതാണ് ആ വ്യൂ കേട്ടോ. എല്ലാവരും പോയി അവിടെ 2 പേര് മാത്രമേ ഉള്ളൂ. വേറൊന്നും ഇവിടെ ഇല്ല. ഓക്കെയാണ്. ഓക്കെ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് തിരിച്ചു പോകാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകാം, 2ാമത്തെ സ്പോട്ടിലേക്ക്. ഓക്കെ, ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് 1 ഡേ കൊണ്ട് 8 സ്പോട്ട് കവർ ചെയ്യേണ്ടതുകൊണ്ട് ഈ വഴി വരുമ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാം. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് ഇതാണ് കേട്ടോ. ഇനി 2nd സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ വലിയ വെയിലാവുന്ന കഴിയുമ്പോൾ പോവാം. അതിൻ്റെ ഇടയിൽ മഴ വല്ലതും വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഇനി അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് എന്തായാലും ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. വണ്ടി എടുക്കട്ടെ. ഗൈസ് അങ്ങനെ കോട്ടപ്പാറയിൽ നിന്ന് തിരിച്ചിറങ്ങുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമലക്കണ്ടത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളെല്ലാം മാമലക്കണ്ടത്തെ കാഴ്ചകളായിരിക്കും കേട്ടോ. ഇപ്പോൾ കോട്ടപ്പാറ വന്നിട്ട് ഒരുമാതിരി ചെറിയൊരു ശോകാവസ്ഥ പോലെയായി. കാരണം വലിയ കോടയില്ല, ക്ലൈമറ്റും പെട്ടെന്ന് മാറി. ഇപ്പോൾ തന്നെ വെയിൽ വന്നു. ഇനി മാമലക്കണ്ടം എത്തിയിട്ട് വൈബ് പിടിക്കാൻ പറ്റുമോ അറിയില്ല. നോക്കാം നമുക്ക് വൈബ് പിടിക്കാൻ പറ്റുമോയെന്ന്. ഓക്കെ, പിന്നെ അങ്ങോട്ട് പോകുന്ന കാഴ്ചകൾ കാണാം. ഓക്കെ, ബൂം.